ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സുന്ദരിക്കുട്ടിയെ കാണിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ പപ്പിക്കുട്ടി. ഇത് എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സംഭവം നല്ല മഴ പെയ്തിരിക്കുന്ന സമയമാണ്, മഴ പെയ്ത് തോർന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ബെഡിൽ കിടക്കാൻ ഭയങ്കര വിഷമമാണ് കേട്ടോ. ബെഡിൽ അടങ്ങി ഒതുങ്ങി കിടക്കത്തേയില്ല. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ബെഡിൽ നിന്ന് ചാടാതിരിക്കാൻ വേണ്ടി മിക്കവാറും അമ്മ ചെയ്യുന്ന പരിപാടി അത് ബെഡിൽ നിന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് 2 ചെയർ വയ്ക്കും. അപ്പോൾ പുള്ളിക്കാരത്തി ചാടത്തില്ല. പിന്നെ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുരയ്ക്കും, ഇത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാടിപ്പിക്കുക ചെയ്യാറ്. അപ്പോൾ ചെയർ മാറ്റി കൊടുക്കുമ്പോൾ പുള്ളിക്കാരത്തി ചാടും. അപ്പോൾ ഇന്ന് ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. ഉറക്കപ്പിച്ചിലൊക്കെയാണ് ഇരിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഇരിക്കാറില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ചാടി എണീറ്റ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കുരയ്ക്കാറാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കാരണം തോന്നുന്നു. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡോർ തുറന്നപ്പോൾ എണീറ്റതാ തോന്നുന്നു. ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത്. ഉടുപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും ഉടുപ്പിട്ടിരിക്കുക കാരണം ഇവൾക്ക് ഉടുപ്പില്ലാത്ത ഒരു വിഷമമാണ്. അതുകൊണ്ട് മഴ സമയത്ത് എപ്പോഴും ഇവളെ ഉടുപ്പിടിപ്പിക്കും. ഉടുപ്പിടാൻ അവൾക്ക് ഒരു മടിയില്ല, നല്ല ഇഷ്ടമാണ് ഉടുപ്പിടാൻ. അല്ലേ പപ്പി? പപ്പി എന്തപ്പോൾ ഒരു വിഷമം? എങ്ങനെ പുറത്തേക്ക് ചാടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അമ്മക്കുട്ടി വന്നിട്ട് ചെയർ മാറ്റിത്തരും കേട്ടോ. അപ്പോൾ ചാടാ. പപ്പിക്കുട്ടി ഇവിടെ നോക്ക്. ഇന്ന് ഭയങ്കര വിഷമത്തിലിരിക്കുക കേട്ടോ ആള്. സുന്ദരി, സുന്ദരി പിന്നെ, സുന്ദരി വാവേ. ഇതെന്താ വെച്ചാൽ പൊതുവെ മഴ പെയ്താലും ഇവൾക്കും ഒരു എന്താ പറയുക, ഒരു മടിയാണ് എല്ലാത്തിനും. ഒരു തൂങ്ങിയ മട്ടാണ് മഴ പെയ്യുമ്പോൾ. അല്ലെങ്കിൽ നല്ല ഇതാണ്, ഫുൾ ടൈം കുറയും അതും ഇതുമൊക്കെയാണ്. അപ്പം ഇന്ന് കുറച്ച് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അമ്മ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കും. ഭയങ്കര അച്ഛനെ കാത്തിരിക്കുക. അച്ഛൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയമാണിത്. അപ്പോൾ മിക്കവാറും ഇതിപ്പോൾ നിലത്ത് കാത്തിരിക്കേണ്ടതാണ്, ഇന്നിപ്പം ബെഡുമ്പോൾ കാത്തിരിക്കുക തോന്നുന്നു. എന്തൊക്കെയോ ഭയങ്കര ആലോചനയിലാണ്. എണീറ്റ് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കിയാട്ടോ, കുറച്ച് കഴിഞ്ഞാൽ കുരയ്ക്കും. എന്താലോചിച്ചിട്ട് കുരയ്ക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കല ഇവളുടെ പണി. ഇനിയിപ്പോൾ കുരയ്ക്കും കേട്ടോ. മിക്കവാറും ഇപ്പോൾ കുരയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ. കണ്ടില്ലേ, ഇതൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ പണി. അമ്മയെ വിളിക്കുകയാണ് കുരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് പുതിയ വിശേഷമായിട്ട് പിന്നെ കാണാം. അപ്പം ശരി ചേട്ടാ.